ഹലോ, വെൽക്കം ടു അമ്മാസ് ഡയറി. നമുക്ക് നവജാത ശിശുവിനെ കുളിപ്പിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടേ, എപ്പം മുതലാണ് കുഞ്ഞിനെ കുളിപ്പിക്കാൻ തുടങ്ങണ്ടേ എന്നൊക്കെ ഒന്ന് നോക്കിയാലോ. നിങ്ങളുടെ അഭിപ്രായത്തിൽ എപ്പം മുതലാണ് കുഞ്ഞിനെ കുളിപ്പിക്കാൻ തുടങ്ങണ്ടേ എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എൻ്റെ കുഞ്ഞിനെ ജനിച്ചത് ജൂലൈ 27-ാം തീയതിയാണ്. നമ്മൾ 29-ാം തീയതി വൈകുന്നേരം ഡിസ്ചാർജായി നമ്മൾ വീട്ടിലേക്ക് പോന്നു. ആ ജനിച്ച അന്നും 28-ാം തീയതി 29-ാം തീയതി കുഞ്ഞിനെ കുളിപ്പിച്ചിട്ടാണ് ഹോസ്പിറ്റലുകാർ നമ്മുടെ കയ്യിൽ തന്നത്. അപ്പോൾ 3 ദിവസം അവർ കുളിപ്പിച്ചു. പക്ഷെ നമുക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ കുളിപ്പിക്കാനുള്ള ധൈര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നനച്ച് തുടച്ചുള്ളൂ. എന്നെ കുളിപ്പിക്കാനായിട്ട് വീട്ടിലേക്ക് ഒരു ചേച്ചി വരികയാണ് ചെയ്തത്. ആ ചേച്ചിയും കുഞ്ഞിൻ്റെ അടുത്ത് പറഞ്ഞത് കുഞ്ഞിൻ്റെ പൊക്കിൾ കൂടി പോയതിന് ശേഷം നമുക്ക് കുളിപ്പിക്കാൻ തുടങ്ങാം, അമ്മേനെ നമുക്ക് എണ്ണയും കുഴമ്പൊക്കെ ഇട്ട് കുളിപ്പിക്കാം, കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. അപ്പോൾ നമുക്ക് കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ കുഞ്ഞിൻ്റെ ശരീരഭാരം, അതായത് കുഞ്ഞിൻ്റെ വെയിറ്റ് എത്ര വേണം, 2.5-ന് മുകളിൽ വേണം കുഞ്ഞിനെ കുളിപ്പിക്കാൻ തുടങ്ങുമ്പോൾ കുഞ്ഞിൻ്റെ വെയിറ്റ്. കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ നോർമൽ വെയിറ്റിനേക്കാളും താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നനച്ച് തുടയ്ക്കുക, കുഞ്ഞിൻ്റെ വെയിറ്റ് ഓക്കെ ആയതിനു ശേഷം മാത്രം കുളിപ്പിക്കുക. പിന്നെ അതുപോലെ കുഞ്ഞിന് ആരോഗ്യപരമായ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ കുളിപ്പിക്കാനായിട്ട് പാടുള്ളൂ. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ ഇളം ചൂട് വെള്ളത്തിലാണ് കുളിപ്പിക്കേണ്ടത്. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന ബാത്റൂം, അതുപോലെ തന്നെ ആ ഏരിയ നിങ്ങൾ ചിലപ്പോൾ റബ്ബർ ഷീറ്റിൽ കിടത്തിയിട്ടായിരിക്കാം കുളിപ്പിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ റബ്ബർ ഷീറ്റിൽ ഫംഗസ് കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എന്നുള്ളതൊന്ന് ഉറപ്പാക്കണം. ഞാൻ കുഞ്ഞിനെ സ്റ്റാർട്ടിങ്ങിൽ കിടത്തി കുളിപ്പിക്കുന്ന സമയത്ത് ആദ്യത്തെ കുറച്ച് നാളിലൊക്കെ ആ ചേച്ചി കുളിപ്പിക്കുന്ന സമയത്ത് പാളയിലൊക്കെ കുളിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ റബ്ബർ ഷീറ്റിലാണ് കുളിപ്പിച്ചിരുന്നത്. ആ റബ്ബർ ഷീറ്റിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ, അപ്പോൾ നമ്മൾ ലിങ്ക് അയച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വലുതായി തല കുറച്ചതിന് ശേഷം ഞാനൊരു ബാത്ത് ടബ് പോലത്തെ ഒരു സംഭവം, അതുപോലെ ഇങ്ങനെ ചെരിച്ച് കിടത്തുന്ന ഒരു സാധനവും വാങ്ങിച്ചിരുന്നു. അതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഈ 3 ലിങ്കും കൂടി ഞാൻ ഒരുമിച്ച് അയച്ചു തരാം കേട്ടോ. ഇനിയും കൂടുതലായിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് പാർട്ട് 2 വീഡിയോയിൽ വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ചാനലും ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോ ചെയ്യാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. താങ്ക്